ഹലോ ഗായ്സ്, നമുക്കിന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു ഔട്ടിംഗ് പോയാലോ? ഇവിടെ ദന്തേവാഡയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഞങ്ങൾ വൺ ടൈം അങ്ങോട്ട് പോയിട്ടുമുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി നെക്സ്റ്റ് മന്ത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരു ഔട്ടിംഗ് പോയാലോ എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഇന്ന് എല്ലാവർക്കും ഓഫ് കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ പോയി. പോകുമ്പോൾ നല്ല രസമായിരുന്നേ. നല്ല തണവും അതിനുള്ള വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10 മിനിറ്റ് ലേറ്റായി ഇറങ്ങാനായിട്ട്. അതിന് മുമ്പേ അവർ പോയിട്ടുണ്ടായിരുന്നേ. ഒരവിടെ എത്തിയിട്ടില്ല, പോകുന്നേ ഉള്ളൂ. റെയിൽവേ ഗേറ്റ്, ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഈ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിരിക്കും. ഇന്നും ക്ലോസ് തന്നെയാണ്. അങ്ങനെ ട്രെയിൻ പോകുന്നത് നോക്കി നിന്നു. ഇത് ചരക്ക് ട്രെയിനാണ്. 1 അവറിന് ശേഷം റിട്ടേൺ ഇത് വരും. അങ്ങനെ ഞങ്ങൾ പോയി. ഇനി കാണാൻ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഛത്തീസ്ഗഡിൽ, അതായത് ദന്തേവാഡയിൽ ദന്തേശ്വരി ടെമ്പിൾ. ഇവിടെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഒരു 2 ടൈം പോയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബാണ്. ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. വലിയൊരു അമ്പലമാണേ. ഇതൊരു ഫേമസ് ആയിട്ടുള്ള റിവർ കൂടിയാണ്. ഇന്നിവിടെ എന്താണെന്ന് അറിഞ്ഞൂടെ, എന്തെങ്കിലും പരിപാടി ഉണ്ടായിരിക്കണം. ഭയങ്കര തിരക്കായിരുന്നു. തിരിച്ചു വരുമ്പോൾ ബ്ലോക്ക് വരെ കിട്ടിയിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. ഇവിടെ നിന്നും കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ അങ്ങോട്ട്. അതൊരു ഉൾപ്രദേശത്താണ് ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത്. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ. ഇവിടെ അടുത്താണ് ഈ ബൈലാദില ഗനി. അത് കേട്ടിട്ടുണ്ടോ? ഇരുമ്പുരുക്ക് ഗനി, അതിവിടെ അടുത്താണ് ബൈലാദില. ഇവിടെ കൂടുതലായിട്ടും ഈ പശുവിനെയും ആടിനെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ആൾക്കാരും അവരുടെ ഉപജീവനം പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെ കണ്ടുപോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് പതിയാണേ പോയേ. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഒരു വട്ടം ഊട്ടി പോയിരുന്നു. അതേപോലുള്ള തണവൊക്കെയാണ് ഞങ്ങൾക്കിവിടെ ഫീൽ ചെയ്തത്. ഒരു ഊട്ടി വൈബ് ഞങ്ങൾക്ക് ഇവിടെയും തോന്നി. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇന്ന് പോയപ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു. ഞങ്ങൾ അന്ന് പോയ സമയം ഒരു 5 മണിക്കായിരുന്നേ. ഇന്ന് കുറച്ച് നേരത്തെ പോയത് കൊണ്ടും ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ടും ആയിരിക്കാം ഇന്ന് തിരക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അധികം ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. വേഗം ബോട്ട് കിട്ടി. ഞങ്ങൾ എത്തിയിട്ട് വേണം അവർക്ക് ബോട്ടിൽ കയറാനായിട്ട്. ചിലർ ഇവിടെ നേരത്തെ വന്നിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നുമുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ഞങ്ങൾ ആ ഒരു കാണുന്ന പച്ച ബോട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേ, വഞ്ചി. ഇതിൽ എൻജിനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ ഇതുകൊണ്ട് തുഴഞ്ഞു പോകണേ. ആ പോകുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണേ. ഞങ്ങളും അങ്ങനെ പോയി. പക്ഷെ കണ്ണി കുത്തുന്ന വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ 1 അവറോളം ഇതിൽ കറങ്ങി നിന്നായിരുന്നു. പക്ഷേ ഇന്ന് കറക്റ്റ് 20 മിനിറ്റിൽ ഞങ്ങൾ മേലേക്ക് കയറി. ഞങ്ങൾ അവരുടെ കൂടെ എത്താനായിട്ട് ഭയങ്കര സ്പീഡിലാണ് പോയത്. അവരുടെ കൂടെ എത്തുകയും ചെയ്തു. നല്ല രസമില്ല ഇങ്ങനെ കാണാൻ. അവരുടെ അടുത്ത് നമ്മൾ എത്തിയേ.
അവരാണെങ്കിൽ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഒരു കോഫി കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോഫി കുടിച്ച് ഒക്കെയാണ് തിരിച്ച് വന്നത്. 1 അവറോളം അവരെടുത്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ വെയിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു 20 മിനിറ്റോളം നിന്നു റിട്ടേൺ പോയി. കുറച്ചുകൂടെ ലേറ്റായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു.